നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സിലബസ് പരിചയപ്പെടാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് മെഷീൻസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ തന്നെ ഫുള്ള് പഠിക്കാനില്ല, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നും പഠിക്കാനില്ല. പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ഡെറിവേഷൻ എന്താണ്, അത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻസ് ആണ് 10.4.1 to 10.4.4 വരെ ഉള്ളത്. അത് നോട്ട് നെസസറി എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. മറ്റുള്ള ഈ ചാപ്റ്ററിൽ ഒഴിവാക്കിയിട്ടുള്ള ടോപ്പിക്കുകളെ പോലെ തന്നെയാണ് ആ ടോപ്പിക്ക്. അപ്പോൾ അത് ഈ 10.4 വരുന്നത് കൊണ്ടാണ് 4.1 to 4.4 ഈസ് നോട്ട് നെസസറി എന്ന് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളൂ. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് 4 മാർക്കാണ് 60 മാർക്കിൻ്റെ എക്സാമിന് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ ഉണ്ടായിരിക്കും. അതിൻ്റെ അത് ഫോക്കസ് ഏരിയയിൽ നിന്ന് കുറഞ്ഞത് 6 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് ഈ 3 ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനുള്ള തിയറി അറിയാമായിരിക്കും, എഴുതാൻ അറിയാമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ ചാപ്റ്റർ വിട്ടുകളായത് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ആദ്യമായി ഈ ഫോക്കസ് ഏരിയയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഫോക്കസ് ഏരിയ പഠിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എന്താണ് ഫ്ലൂയിഡ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലോ ചെയ്യാൻ പറ്റാത്തത് ആർക്കാണ്? ഫ്ലോ ചെയ്യാൻ പറ്റാത്തത് സോളിഡ്സിന് മാത്രമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഫോംസ്, നമ്മുടെ ഈ എർത്തിൽ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്ന 3 ഫോംസ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഫോമുകളാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ 3 ഫോമുകളിൽ സോളിഡിന് മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ള ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടിനെയും, അതായത് ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. എ ഫ്ലൂയിഡ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ. ഫ്ലോ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലൂയിഡ്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ഫ്ലൂയിഡ്സ്. ലിക്വിഡിനെയും ഗ്യാസിനെയും ഫ്ലൂയിഡായിട്ട് കണക്കാക്കാം. ലിക്വിഡും ഫ്ലൂയിഡാണ്, ഗ്യാസും ഫ്ലൂയിഡാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ത്രസ്റ്റ് എന്നാണ് പറയുന്നത്. ത്രസ്റ്റ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സർഫസ് വരയ്ക്കാം. ഇവിടെ ഒരു സർഫസ് ഇങ്ങനെ ഉണ്ട്. ഈ സർഫസിൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം, ഇങ്ങനെ അപ്ലൈ ചെയ്യാം, ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഈ സർഫസിലോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലറായിട്ട്, ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനേഷൻ വായിച്ചു നോക്കാം. ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. നോർമൽ ഫോഴ്സ് എന്താണ്? നോർമൽ ഫോഴ്സ് നിങ്ങൾ സാധാരണ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡായിരിക്കും നോർമൽ. പക്ഷേ ആ മീനിങ് അല്ല ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ നോർമൽ എന്ന വാക്കിനുള്ളത്. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ്. ഓക്കെ, നോർമൽ എന്ന് ഫിസിക്സിൽ എവിടെ കേട്ടാലും അതിൻ്റെ മീനിങ് സാധാരണ രീതിയിലുള്ളത് എന്നല്ല, മറിച്ച് പെർപെൻഡിക്കുലർ എന്നാണ് മീനിങ്. അപ്പോൾ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നാണ്. ഓക്കെ, ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. ഒരു സർഫസിൽ പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 3 എണ്ണത്തിൽ ഏതാണ് ത്രസ്റ്റ്? ഈ നടുക്കുള്ള ഈ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ നോർമൽ ഫോഴ്സ് പഠിച്ചത്? അത് പഠിച്ചത് ഫ്ലൂയിഡ് പ്രഷറിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഡെഫിനേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ത്രസ്റ്റ് പഠിച്ചത്. അപ്പോൾ എന്താണ് പ്രഷറിൻ്റെ ഡെഫിനിഷൻ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദം എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഫോഴ്സ് ആക്ടിങ്. നോർമൽ ഫോഴ്സിൻ്റെ വേറൊരു പേരാണ് ത്രസ്റ്റ് എന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈസ് ഡിഫൈൻഡ് ആസ് ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്നും ആക്കാം. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റിനെയാണ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ത്രസ്റ്റിൻ്റെ യൂണിറ്റും ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡയമെൻഷനും ഫോഴ്സിൻ്റെ സെയിം ഡയമെൻഷനാണ്. എം
എൽ ടി റേസ് ടു -2 എന്നുള്ളതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഓർ പ്രഷർ ഈസ് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണെന്ന്. ഇനി പ്രഷറിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ പി എന്നാണ്. പി എന്നുള്ളത് ക്യാപിറ്റൽ പി കൊടുക്കണം. സ്മോൾ പി കൊടുക്കുന്നത് മൊമെൻറ്റത്തിനാണ് കൊടുക്കുന്നത്. ലീനിയർ മൊമെൻറ്റത്തിന് സ്മോൾ പി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഡെഫിനിഷൻ നോക്കിയാൽ മതി. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സ്മോൾ പി യൂസ് ചെയ്യുന്ന മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ പ്രഷർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് നമുക്കറിയാം, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയ എടുത്ത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് പാസ്കൽ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നോ പാസ്കൽ എന്നോ എഴുതാം. പാസ്കൽ എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയമെൻഷൻ ഈസ് എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. അത് കിട്ടാനായിട്ട് ഫോഴ്സിൻ്റെ ഡയമെൻഷനെ ഏരിയയുടെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഫ്ലൂയിഡ് എന്താണ്, ത്രസ്റ്റ് എന്താണ്, പ്രഷർ എന്താണ്, അതിൻ്റെ പ്രഷറിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കുകളിലോട്ട് കിടക്കാം. ആദ്യമായി പറയുന്നത് എന്താണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ചിലപ്പോൾ മറന്നുപോയി കാണും. എന്നാലും നമുക്കതൊന്ന് ഓർത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് pressure applied at any point on a continuous fluid in equilibrium is equally transmitted to all other points. അപ്പോൾ പാസ്കൽസ് ലോ എന്താണ് പറയുന്നത്? പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ്. പ്രഷർ അപ്ലൈഡ്, നമ്മളൊരു കണ്ടിന്യൂസ് ഫ്ലൂയിഡിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. കണ്ടിന്യൂസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ, എയർ കൊണ്ടുള്ള ബ്രേക്കൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് തമ്മിൽ ടച്ച് ചെയ്തിരിക്കുന്ന എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി മേടിക്കത്തില്ലേ, ആ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് ഈ കുപ്പി. അപ്പോൾ ഈ കുപ്പിയിൽ നിറച്ച് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ചതിന് ശേഷം ഈ കുപ്പി അങ്ങ് അടയ്ക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം വരെ വെള്ളമുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് വെള്ളമാണ്, ഇവിടെ നിന്ന് താഴോട്ട് ഇത് ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നിങ്ങൾ ഒരു 3-4 ഹോളുകൾ ഇടുകയാണ്. ഒരു ഹോൾ ഇവിടെ ഇടുകയാണ്. ഇവിടെ ഒരു ആണി വെച്ച് പെട്ടെന്ന് കുത്തി 3-4 കണ്ണിടുകയാണ്. രണ്ടാമത്തെ ഹോൾ ഇവിടെ ഇടുന്നു, മൂന്നാമത്തെ ഹോൾ ഇവിടെ ഇടുന്നു. ഓക്കെ, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പോയിന്റിൽ വേണമെങ്കിൽ ഹോൾ ഇടാം. അപ്പോൾ ഇങ്ങനെ ഹോൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഈ ഹോളുകളിലൂടെ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ചാടുന്ന കാണാൻ കഴിയും അല്ലേ? ഇവിടെ നിന്നും വെള്ളം ചാടും, ഇവിടെ നിന്നും വെള്ളം ചാടും, ഇവിടെ നിന്നും വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ഒഴുകുന്ന കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഈ കണ്ടീഷനിൽ നിങ്ങൾ ഈ കുപ്പിയിൽ പിടിച്ച് ഞെക്കുകയാണ്. കുപ്പിയിൽ പിടിച്ച് അങ്ങ് പ്രസ് ചെയ്യുകയാണ്. കുപ്പിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ച്, സപ്പോസ് ഇവിടെയാണ് പിടിച്ച് പ്രസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ പിടിച്ചങ്ങ് നിങ്ങൾ 2 വിരലും കൊണ്ടങ്ങ് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ കുപ്പിയിൽ ഒരു പ്രഷർ അപ്ലൈ ആണ്. കുപ്പിയിൽ പ്രഷർ അപ്ലൈ എന്ന് പറഞ്ഞാൽ കുപ്പിക്ക് അകത്തിരിക്കുന്ന വാട്ടർ, ആ വെള്ളത്തിൽ പ്രഷർ അപ്ലൈ ആണ്. പ്രഷർ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ പോലും ആ പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ ഹോളിലൂടെ പുറത്തോട്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി ഈ ഇങ്ങനെ കുറച്ചുകൂടെ ലോങ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇവിടത്തെയും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി ഇങ്ങനെ പോകാൻ തുടങ്ങും, ഇവിടത്തെയും കൂടും ഇങ്ങനെ പോകാൻ തുടങ്ങും. അതുപോലെ നമ്മളിതിൽ എവിടെയൊക്കെ ഹോൾ ഇടുന്നോ ആ പോയിന്റുകളിലെല്ലാം ആ വെള്ളം പുറത്തോട്ട് ചാടുന്ന ആ ഫോഴ്സ് കൂടി കുറച്ചുകൂടെ വേഗതയിൽ പോകാൻ തുടങ്ങും. അതായത് ഇതിൻ്റെ അകത്ത് ഈ 3 ഹോൾ ഇരിക്കുന്ന സ്ഥലത്തും പ്രഷർ അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മളിതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലാണ് പ്രഷർ അപ്ലൈ ചെയ്തത്. പക്ഷേ ആ പ്രഷർ ഇതിനകത്തുള്ള ഫുൾ സർഫസിലോട്ട്, ഈ ഫ്ലൂയിഡിലെ എല്ലാ പോയിന്റിലേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടി. ഓക്കെ, എന്ന് മനസ്സിലാക്കാം. അത് തന്നെയാണ് പാസ്കൽസ് ലോ പറയുന്നത്. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ്. നമ്മളൊരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് വേറെ ബ്രേക്കൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്ലൂയിഡിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ഫ്ലൂയിഡ്. ഓക്കെ, ഇത് ഫ്ലോ ചെയ്യാത്ത, ഈ കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളം ഫ്ലോ ചെയ്യാത്ത ഫ്ലൂയിഡാണല്ലോ, അതാണ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ അതർ പോയിന്റ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ പോയിന്റിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗറാണ് ഈ ഫിഗർ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ബീക്കറിൽ വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മളത് ഈ ഒരു ഷേപ്പുള്ള ഒരു പ്രിസം ഇറക്കി വെച്ചിരിക്കുകയാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ട്, ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഒരു കവറിങ് പോലെ, ഓക്കെ, അതിനെ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡിനെ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യുമ്പം ഈ ഫ്ലൂയിഡിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഈ പ്രസത്തിൻ്റെ 3 ഡിഫറെൻറ്റ് ഫേസസിൽ കിട്ടും. അതായത് ഈ ഒരു ഫേസിൽ കിട്ടും, ഈ ഒരു ഫേസിൽ കിട്ടും. ഫേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫേസാണ്. ഇത്രയും ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗം ഒരു ഫേസാണ്. ആ ഫേസിന് ഫേസ് ബി എന്നാണ് എടുത്തിരിക്കുന്നത്, ഓക്കെ. അതേപോലെ ഇതിൻ്റെ അടിയിലൊരു ഫേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 ഫേസിലും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കിട്ടും. 3 ഫേസിലും കിട്ടുന്ന ഫോഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എഫ് എ എന്ന് എടുത്തിട്ടുണ്ട്, ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എഫ് ബി എന്നും, ഇവിടെ എഫ് സി എന്നും എടുത്തിട്ടുണ്ട്, ഓക്കെ. പക്ഷേ അതേപോലെ തന്നെ ഈ 3 ഫേസും ഡിഫറെൻ്റ് ഏരിയ ഉള്ളതാണ്. ഇത് ചെറിയ ഫേസാണ്, ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്, ഇത് ഏറ്റവും വലിയ ഫേസാണ്, ഓക്കെ. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഏരിയകൾ എ ബി എ സി അങ്ങനെ എടുക്കാം, ഓക്കെ. എയുടെ ഏരിയയാണ് എ, ബിയുടെ ഏരിയയാണ് എ ബി, സിയുടെ ഏരിയയാണ് എ സി. അതേപോലെ ഓരോ ഫേസിലും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളാണ് എഫ് എ, എഫ് ബി, എഫ് സി. അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 3ലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറൻ്റ് ആണെങ്കിലും 3ലെ ഏരിയ ഡിഫറൻ്റ് ആണെങ്കിലും ഒക്കെ ശരി തന്നെ, പക്ഷേ 3ലും കിട്ടുന്ന പ്രഷർ സെയിം ആയിരിക്കും. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ബൈ എ എന്നായിരുന്നു, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഫേസിലെ പ്രഷർ എത്രയായിരിക്കും? ഇവിടുത്തെ ഫോഴ്സ് ബൈ ഇവിടുത്തെ ഏരിയ, ഇവിടുത്തെ ഫോഴ്സ് ആയിട്ടുള്ള എഫ് ബി ഡിവൈഡഡ് ബൈ എ ബി, അല്ലേ, എഫ് ബി ബൈ എ ബി. അതേപോലെ സിയിലെ പ്രഷർ എന്തായിരിക്കും? എഫ് സി ബൈ എ സി. എയിലെ പ്രഷർ എന്തായിരിക്കും? എഫ് എ ബൈ എ എ, ഓക്കെ. അതായത് ഇത് 3 പ്രഷറും ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഈക്വൽ ടു സിമ്പിൾ ഇടാൻ പറ്റും, ഓക്കെ. അതായത് പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പി പ്രഷറിനെ കാണിക്കാനാണ് പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഓക്കെ. പി ബി ഈസ് ഈക്വൽ ടു പി സി ഈസ് ഈക്വൽ ടു പി എ. ഈ 3 പോയിന്റിലെയും പ്രഷർ ഈക്വൽ ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പാസ്കൽസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കൽസ് ലോയുടെ ഈ ഡെഫിനിഷനും എഴുതി വെക്കണം, അതേപോലെ ഈ ഇക്വേഷനും എഴുതി വയ്ക്കുക, ഈ ഇക്വേഷനും എഴുതി വയ്ക്കുക. ഫിഗർ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, ഫിഗർ വരച്ചാൽ അത്രയും നല്ലത്, ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the pressure applied at any point on a continuous liquid in equilibrium is equally transmitted to all other points, ഓക്കെ. ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ പോയിന്റിലേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അവിടെ 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് കണ്ടിന്യൂസും ആയിരിക്കണം, ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം, ഓക്കെ. അത്രേ ഉള്ളൂ. ആ ഡെഫിനിഷൻ പഠിച്ച് വെച്ചേക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡുകൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ലിക്വിഡിൻ്റെ ഹെൽപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന മെഷീൻസ് എന്നാണ് എൻ്റെ മീനിങ്. അത് ഒരുപാട് പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് പാസ്കൽസ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, പാസ്കൽസ് ലോയുടെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് മെഷീൻസിനെ പറ്റിയാണ്. അങ്ങനെ ഒരുപാട് മെഷീൻസിനെ പറ്റിയൊന്നും പഠിക്കാനില്ല, ഒരെണ്ണേ പഠിക്കാനുള്ളൂ. പക്ഷേ എക്സാമ്പിളുകൾ 2-3 പഠിച്ചു വെച്ചേക്കണം. എ നമ്പർ ഓഫ് ഡിവൈസസ് സച്ച് ആസ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഓക്കെ. ഈ 3 ഡിവൈസുകളും വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോയുടെ സഹായത്തോടു കൂടിയാണ്, ഓക്കെ. ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ മീനിങ് വാട്ടർ ബേസ്ഡ് എന്നാണ്, ഓക്കെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ മീനിങ് എന്താണ്? ജലവൈദ്യുത പദ്ധതി. അപ്പം ജലം വെച്ച് വർക്ക് ചെയ്യുന്ന, ജലം ഫ്ലൂയിഡായിട്ട് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസിനെയാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് വിളിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഏതൊക്കെ മെഷീൻസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്. ഇത് 3 വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ ഇവിടെ സഹായത്തോടു കൂടിയാണ്. ഇൻ ദീസ് ഡിവൈസസ് ഫ്ലൂയിഡ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പ്രഷർ. ഈ ഡിവൈസുകളിലെല്ലാം ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. നിങ്ങളുടെ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ ഒക്കെ ഉള്ള ബ്രേക്ക് ഉണ്ടല്ലോ, അത് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ഡിസ്ക് ബ്രേക്കിൻ്റെ അകത്ത് ബ്രേക്ക് നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കാനായിട്ട് നമ്മുടെ ഹാൻഡിൽ പിടിക്കുന്ന ലിവറിൻ്റെ സൈഡിൽ ചേർന്ന് അവിടെ ഒരു ചെറിയൊരു ബോക്സ് ഇരിപ്പുണ്ട്, ഒരു മെറ്റൽ ബോക്സ് ഉണ്ട്. ആ മെറ്റൽ ബോക്സ് തുറന്നിട്ട് അതിനകത്തോട് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആ ബ്രേക്ക് ഫ്ലൂയിഡിനെ ആ ഹാൻഡിലിൻ്റെ സൈഡിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ട്യൂബ് വഴി അതിൻ്റെ അപ്പുറത്ത് വശം എന്ന് പറഞ്ഞാൽ ആ വീലിൽ ചേർന്നിരിക്കുന്ന വീൽ സിലിണ്ടറിൽ ആ പ്രഷർ കിട്ടും. അങ്ങനെ ആ വീൽ സിലിണ്ടർ ബ്രേക്ക് പാഡിനെ ഡിസ്കിലേക്ക് പ്രസ് ചെയ്താണ് ബ്രേക്ക് പിടിക്കുന്നത്. ഡിസ്ക് ബ്രേക്കിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്, ഓക്കെ. അതാണ് ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റും ജാക്കും ഒക്കെ വലിയ ഭാരമേറിയ വസ്തുക്കളെ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്, ഓക്കെ. അപ്പോൾ ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്.
ഇനി നമുക്ക് അങ്ങനെയുള്ള ഒരു ഡിവൈസ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് അതിൻ്റെ വർക്കിംഗ് പഠിക്കണം. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത് വലിയ, നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും, കാറൊക്കെ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാറിൻ്റെ അടിവശം കഴുകാനായിട്ട് നമ്മൾ കാറിനെ ഉയർത്താറുണ്ട്. അപ്പോൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ കാർ ഒരു വലിയ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റിയിടുന്നു, എന്നിട്ട് മറ്റേ സൈഡിൽ പ്രസ് ചെയ്യുന്നത് മോട്ടോർ ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കലി പ്രസ് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ, എന്തായാലും ശരി, നമുക്കിവിടെ എന്താണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് പാസ്കൽസിൽ വെച്ചിട്ട് ഈ വലിയ മാസമുള്ള വസ്തുവിനെ ഉയർത്താനായിട്ട്. വലിയ മാസം എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റാണ്. ഓക്കെ, വെയിറ്റിന് യൂണിറ്റ് ന്യൂട്ടനാണ്. അപ്പോൾ വലിയ ഫോഴ്സ് എന്ന് തന്നെ പറയാം. ഈ വലിയ ഫോഴ്സുള്ള ഈ കാറിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഉയർത്തണം. ഓക്കെ, വലിയ വെയിറ്റിനെ ഉയർത്താൻ ഇവിടെ ചെറിയ വെയിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ചെറിയ വെയിറ്റ് കൊണ്ട് വലിയ വെയിറ്റിനെ ഉയർത്താൻ സഹായിക്കുന്ന ഡിവൈസാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പാർട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ 2 സിലിണ്ടറുകളുണ്ട്. ഇത് ഒന്നാമത്തെ സിലിണ്ടർ, ഇത് ഒന്നാമത്തെ സിലിണ്ടർ, ഇവിടെ ഇത് രണ്ടാമത്തെ സിലിണ്ടർ. ഓക്കെ, ഈ 2 സിലിണ്ടറും തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിലിണ്ടറിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വാട്ടർ തന്നെയാണ്, വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ 2 പിസ്റ്റണുകളുണ്ട്. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കവർ ചെയ്തിരിക്കുന്ന ഈ മെറ്റൽ ആയിട്ടുള്ള ഈ പാർട്ടിനെയാണ് പിസ്റ്റൺ എന്ന് വിളിക്കുന്നത്. ഈ പിസ്റ്റണിനെ നമുക്ക് മേലോട്ടും താഴോട്ടും പ്രസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടെ വാട്ടർ ലീക്കേജ് ഉണ്ടാവാത്ത രീതിയിൽ തന്നെ ഇതിന് മുകളിലോട്ടും താഴോട്ടും പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു പിസ്റ്റണുണ്ട്. ഈ പിസ്റ്റണിൻ്റെ മണ്ടയിലാണ് കാറിനെ കൊണ്ട് നമ്മൾ നിർത്തിയിടുന്നത്. ഓക്കെ, അപ്പോൾ 2 പിസ്റ്റണുകൾ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പാർട്ടുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, 2 സിലിണ്ടറുകൾ ഇൻ്റർ കണക്റ്റഡ്, അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ്, 2 പിസ്റ്റൺസ്. ഇനി ഈ സിലിണ്ടറുകളുടെയും പിസ്റ്റണിൻ്റെയും പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ചെറിയ സിലിണ്ടറും ചെറിയ പിസ്റ്റണുമാണ് അല്ലേ. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെറുതാണ്. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഈ രണ്ടാമത്തെ പിസ്റ്റനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറിയ പിസ്റ്റണും ഇത് വലിയ പിസ്റ്റണുമാണ്. അതായത് ഇതിൻ്റെ ഏരിയ കുറവും ഇതിൻ്റെ ഏരിയ കൂടുതലുമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ F1 എന്നും, അപ്പോൾ ഇവിടെ F1 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഇപ്പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഇത് മുകളിലോട്ട് ഉയർത്താനുള്ള ഒരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെയാണ് F2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഫോഴ്സ് F2, ഇതിൻ്റെ ഏരിയ A2. അപ്പോൾ F1 A1 F2 A2, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇൻ എ ഹൈഡ്രോളിക് ലിഫ്റ്റ് 2 pistons are separated by the space filled with a liquid. ഒരു ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. A piston of small area of cross section is used to exert force directly on the fluid. അപ്പോൾ ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള പിസ്റ്റണിൽ നമ്മളൊരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നു. ലെറ്റ് F1 ബി ദ ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ദ ഫസ്റ്റ് പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് F1. ഓക്കെ, ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? അവിടുത്തെ പ്രഷർ P1 എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ P1 എന്നും കൂടെ അങ്ങനെ ചേർത്തോളുക. ഓക്കെ, ഇവിടെ P1 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. P1 ഈസ് ഈക്വൽ ടു, പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? F/A ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ F1/A1 അല്ലേ. അപ്പോൾ F1/A1, P1 ഈസ് ഈക്വൽ ടു F1/A1. ഇതിവിടെ നിൽക്കട്ടെ. ഇനി പാസ്കൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യണം. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ലിക്വിഡ്. നമ്മളിവിടെ കൊടുക്കുന്ന ഈ പ്രഷർ ഈ ലിക്വിഡിൽ ത്രൂ ഔട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. എല്ലാ സ്ഥലത്തും ഒരേപോലെ ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ദ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് പിസ്റ്റൺ, രണ്ടാമത്തെ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് എന്തായിരിക്കും? അപ്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്വേർഡ് ഫോഴ്സ് നമുക്കറിയാം, പ്രഷർ P ഈസ് ഈക്വൽ ടു F/A ആണെന്നറിയാം. പ്രഷർ P ഈസ് ഈക്വൽ ടു F/A ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? F ഈസ് ഈക്വൽ ടു ഈ എനെങ്കിൽ ഇപ്പുറത്ത് കൊണ്ട് വന്നാൽ പോരെ. അപ്പോൾ P ഇൻറ്റു A എന്നാവും അല്ലേ. അപ്പോൾ P ഇൻറ്റു A എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന രണ്ടാമത്തെ ഫോഴ്സ് ആയിട്ടുള്ള F2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? F2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ അല്ലേ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ P ഇൻറ്റു A2 എന്ന് എഴുതാം. ഓക്കെ, ഈ P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ P എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ പ്രകാരം ഇവിടെ കിട്ടുന്ന അതേ പ്രഷർ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ Pക്ക് പകരം നമുക്ക് P1 എന്ന് എഴുതാം. അപ്പോൾ P1 ഇൻറ്റു അവിടുത്തെ ഏരിയ ആയിട്ടുള്ള A2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ F2 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു A2. ഓക്കെ, ഇനി P1ന് പകരം നമുക്ക് എന്ത് എഴുതാം? P1ൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, F1/A1. P1ന് വരെ F1/A1 എന്ന് കൊടുക്കുക ഇൻറ്റു A2. ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ A1ഉം A2ഉം കൂടെ ഒരൊറ്റ ബ്രാക്കറ്റിനകത്ത് എഴുതുകയാണെങ്കിൽ F1 ഇൻറ്റു A2/A1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ F1 ഇൻറ്റു A2/A1 എന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു A2/A1 എന്ന് കിട്ടി. ഇതാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് ഇവിടെ ഈ ഇക്വേഷൻ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ A2 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറും A1 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറുമാണ് അല്ലേ. A2 വലുതും A1 ചെറുതും അല്ലേ. A2ൻ്റെ ഏരിയ കൂടുതലും A1ൻ്റെ ഏരിയ കുറവുമാണ്. അപ്പോൾ ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ഇതാ, നമ്മളിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറിയ നമ്പറായിട്ടുള്ള 5നെ നമ്മളൊരു വലിയ നമ്പറായിട്ടുള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. 0.5 എന്ന് കിട്ടും അല്ലേ. അതേസമയം തിരിച്ച് ഡിവൈഡ് ചെയ്യുകയാണ്, അതായത് 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യാണ്. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറും 1നേക്കാളും വലുതായിരിക്കും, 1നേക്കാളും വലിയ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 1നേക്കാളും വലിയ സംഖ്യ. തിരിച്ചാണെങ്കിൽ 1നേക്കാളും ചെറിയ സംഖ്യ. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്കിത് മാത്രം എടുത്താൽ മതി. വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1നേക്കാളും വലിയ നമ്പറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ 10 ആണെന്നും ഇതിൻ്റെ ഏരിയ 5 ആണെന്നും നമുക്ക് തൽക്കാലം എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A2/A1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10/5 എന്ന് കിട്ടും, അതായത് 2 എന്ന് കിട്ടും. അതായത് ഈ ബ്രാക്കറ്റിലുള്ള നമ്പറിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ F1 ഇൻറ്റു 2. F1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? F1 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും F2. അതായത് F1ൻ്റെ ഡബിൾ ഫോഴ്സ് ആയിരിക്കും F2. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇരട്ടി ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. പിടിക്കുക. അപ്പോൾ നമ്മളിവിടെ എത്ര ഈ കാറിൻ്റെ വെയിറ്റിൻ്റെ പകുതി അപ്ലൈ ചെയ്താൽ തന്നെ ഈ കാറിന് ഇവിടെ പോക്കാൻ പറ്റും. ഓക്കെ, ഇനി A2 A1 തമ്മിലുള്ള റേഷ്യോ A2/A1 എടുത്തപ്പോൾ ഇവിടെ നമ്മൾ 10/5 എടുത്തപ്പോൾ 2 കിട്ടിയല്ലോ. ഇനി ഇത് 15 ഇത് 5 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 15/5 ചെയ്യുമ്പോൾ 3 എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ F1 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ 3 ഇരട്ടിയായിരിക്കും ഇവിടെ കിട്ടുന്ന ഫോഴ്സ്. അതായത് ഈ കാറിൻ്റെ വെയിറ്റ് എത്രയാണോ, 900 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ 3 ആയിട്ടുള്ള 300 അപ്ലൈ ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ 3 ഇരട്ടി. അതേപോലെ ഈ റേഷ്യോ മാറ്റി കൊടുത്ത് നമുക്ക് 4 ഇരട്ടി 5 ഇരട്ടി 6 ഇരട്ടി 10 ഇരട്ടിയൊക്കെ ആക്കാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അത്രയും ഇരട്ടി, അത്രയും ടൈംസ് ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് പാസ്കൽസ് ലോയിലാണ്. അപ്പോൾ അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ദസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് A2/A1. A2/A1 എന്ന് പറയുന്ന ഫാക്ടർ, ആ ഒരു ഫ്രാക്ഷൻ അത്രയും ടൈംസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഫാക്ടർ ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിവൈസ്. അപ്പോൾ ഈ ഒരു നമ്പർ A2/A1 എന്ന് പറയുന്ന നമ്പർ, അതായത് നമ്മളിവിടെ കിട്ടിയ 2 അല്ലെങ്കിൽ 15 എടുത്തപ്പോൾ കിട്ടിയ 3, ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നമുക്ക് ഡിഫറൻറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉള്ള ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ വാങ്ങാൻ കിട്ടും. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും, 3 ആയിട്ടുള്ളത് 10 ആയിട്ടുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. വലിയ വെയിറ്റിനെ പൊക്കാനായിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വളരെ കൂടിയ ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ വാങ്ങേണ്ടി വരും. ഓക്കെ, ടു ഗെറ്റ് എ ലാർജ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് പിസ്റ്റൺ A1 ഷുഡ് ബി സ്മോൾ ആൻഡ് A2 ഷുഡ് ബി ലാർജ്. ഈ രണ്ടാമത്തെ പിസ്റ്റണിൽ വലിയൊരു ഫോഴ്സ് കിട്ടാൻ വേണ്ടി A2 എന്ന് പറയുന്നത് വളരെ വലുതുമായിരിക്കണം, A1 എന്ന് പറയുന്നത് വളരെ ചെറുതുമായിരിക്കണം. അപ്പോൾ A2/A1 എന്ന് പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വളരെ വലിയൊരു നമ്പറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ ഫോഴ്സ് തന്നെ കിട്ടും, ഇവിടെ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക, ഇതിൻ്റെ പാർട്ടുകൾ അടയാളപ്പെടുത്താൻ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ഇവിടെ ഈ F1 A1 എന്തൊക്കെയാണെന്ന് എഴുതാൻ പഠിച്ചു വെച്ചേക്കുക, ഡെറിവേഷൻ എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, വളരെ മിനിമം സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് എഴുതി കൺവേ ചെയ്യാൻ പറ്റുന്ന മിനിമം സെൻറ്റൻസുകൾ എഴുതിയാൽ മതി. പക്ഷേ ഡെറിവേഷൻ്റെ ലൈൻസ് ഒന്നും വിട്ടുപോകരുത്. ഓക്കെ, വളരെ ചെറിയൊരു ഡെറിവേഷനാണിത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് അടുത്ത അതായിട്ട് ഈ പാസ്കൽസ് ലോയുടെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, ഒരു ന്യൂമറിക്കലാണ്. അപ്പോൾ ഇവിടെ ഒരു ലിഫ്റ്റിൻ്റെ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ പഠിച്ചല്ലോ, അതിൻ്റെ തന്നെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. ഇൻ എ കാർ ലിഫ്റ്റ്, ഒരു കാർ ലിഫ്റ്റിൽ compressed air exerts a force F1 on the piston having a radius of 5 cm. ഓക്കെ, നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കംപ്രസ്ഡ് എയർ ആണ്. അതിപ്പം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ എന്തായാലും ലിക്വിഡ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാർ ലിഫ്റ്റിൽ ഈ ചെറിയ ഏരിയ A1 ഉള്ള പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1 ആണ്. ആ F1ൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, F1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെറിയ പിസ്റ്റണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. ഇത് സർക്കുലാർ പിസ്റ്റൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദ പ്രഷർ ട്രാൻസ്മിറ്റഡ് ടു ദ സെക്കൻഡ് പിസ്റ്റൺ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ പിസ്റ്റൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം. 1350 കിലോഗ്രാം വെയിറ്റ് അല്ല മാസുള്ള ഒരു കാറാണ് ഉയർത്തേണ്ടത്. കാൽക്കുലേറ്റ് F1.
ഓക്കെ, F1 കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇതിൻ്റെ റേഡിയസ്, ഈ കാറിൻ്റെ മാസ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്? അപ്പോൾ ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷറും സെയിം ആണല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രഷർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. F1 കണ്ടുപിടിക്കണം, പ്രഷർ P1 അല്ലെങ്കിൽ P2. P1ഉം P2 ഈക്വൽ ആണ്, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? F2 = F1 × A2/A1 എന്നുള്ളതാണ് ഇക്വേഷൻ. F2 = F1 × A2/A1 എന്നുള്ള ഇക്വേഷനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ F1ഉം F2ഉം അറിഞ്ഞൂടാ അല്ലേ? F1 നമ്മൾ കണ്ടുപിടിക്കണം. F2ഉം തന്നിട്ടില്ല, പകരം മാസാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ മാസ് തന്നിരുന്നാൽ F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ A1 A2 വേണം. അതിന് വേണ്ടിയിട്ട് R1 തന്നിട്ടുണ്ട്. R1 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടുത്തെ ഏരിയ കിട്ടാനായിട്ട് ഇത് റേഡിയസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ A1 = π × R1². ഓക്കെ, π × 5² = 5ൻ്റെ സ്ക്വയർ 25 ആണ്, ഇൻറ്റു π. ആ π നമുക്ക് അതേപോലെ തന്നെ ഇട്ടിരിക്കാം. ചിലപ്പോൾ ലാസ്റ്റ് ക്യാൻസലായി പോകുന്നെങ്കിലാണ്, അതുകൊണ്ടാണ് അവിടെ π അതേപോലെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഈ സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നതിന് നിങ്ങൾ മീറ്ററിലോട്ട് മാറ്റണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ A1 A2 എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് A2/A1 എന്നുള്ള ഈ ഫ്രാക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ മുകളിലത്തെയും താഴത്തെയും തമ്മിൽ ക്യാൻസലായി പോകും, യൂണിറ്റുകൾ ക്യാൻസലായി പോകും. അതുകൊണ്ട് ഈ ഒരു തിയറിയുടെ പ്രോബ്ലംസിൽ നിങ്ങൾ SI യൂണിറ്റിലോട്ട് മാറ്റണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ 25 സെൻറ്റിമീറ്റർ² എന്ന് കിട്ടി A1. ഇനി R2 തന്നിട്ടുണ്ട് 15, അതിൽ നിന്ന് A2 കണ്ടുപിടിക്കാം, π × 15² അല്ലേ? അപ്പോൾ അതും കിട്ടി 225 π cm². ഇനി മാസ്, ഇവിടുത്തെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ പിസ്റ്റൺ വയ്ക്കുന്ന മാസ് അത് 1350 കിലോഗ്രാമാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് F2 എങ്ങനെ കണ്ടുപിടിക്കാം? F2 എന്ന് പറയുന്നത് ഈ ഇത്രയും വെയിറ്റിനെ നമ്മൾ മുകളിലോട്ട് ഉയർത്തണമെങ്കിൽ ആ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്ന അതേ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സാണ് മുകളിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി F2 കിട്ടാൻ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, വെയിറ്റ് താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ F2 മുകളിലോട്ടല്ലേ എന്ന്. താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ ഉയർത്താൻ അത്രയും തന്നെ ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കണം. അപ്പോൾ F2 എന്ന് പറയുന്നത് M × G എടുത്താൽ മതി. M എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ 9.8. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ കിട്ടും. അത്രയും ന്യൂട്ടൺ ആയിരിക്കും. ഇനി നമ്മൾ പാസ്കൽസ് ലോ ഉപയോഗിച്ചുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. F2 = F1 × A2/A1. ഈ ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് F2 അറിയാം, A2 അറിയാം, A1 അറിയാം. ഇത്രയും വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിലെടുത്ത് കൊടുക്കുക. F2ന് വരെ എത്ര കൊടുക്കുക? 13,230 കൊടുക്കുക. F1 അറിഞ്ഞൂടെ, F1 കണ്ടുപിടിക്കാനുള്ളതാണ്. ഇൻറ്റു A2ൻ്റെ വാല്യൂ എത്രയാണ്? 225 π. ഓക്കെ, ഡിവൈഡഡ് ബൈ A1ൻ്റെ വാല്യൂ എന്താണ്? 25 π. ഇപ്പോൾ മനസ്സിലായ എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ വെച്ചിരുന്നതെന്ന്? കുറച്ചുകൂടെ സിമ്പിളാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഈ പൈയും ക്യാൻസലായി പോകും. ഓക്കെ, ഇനി ഈ 225ഉം 25ഉം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. ഓക്കെ, 9 × 25 ആണ് 225. അപ്പോൾ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ 9 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 13,230 = F1 × 9 അല്ലേ? ഇനി F1 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇൻറ്റു 9നെ ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ /9 എന്നാവും. അപ്പോൾ 13,230 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ 1470 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 1470 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13,000 ആണ്. ഓക്കെ, 13,000 ന്യൂട്ടൺ വെയിറ്റുള്ള സാധനത്തിനെ ഉയർത്താനായിട്ട് നമ്മൾ വെറും 1400 കൊടുത്താൽ മതി. 1400 ന്യൂട്ടൺ, 1470 ന്യൂട്ടൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ F1 കിട്ടി. അതായിരുന്നു ആദ്യം ചോദിച്ചിരുന്നത്. കാൽക്കുലേറ്റ് F1 ആണ്. ഇനി എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്? പ്രഷറും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ F1/A1 ചെയ്താലും കിട്ടുന്ന പ്രഷറാണ്, F2/A2 ചെയ്താലും കിട്ടുന്ന പ്രഷറാണ്. നമുക്കിത് 4 F1, A1, F2, A2 എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഓക്കെ, ഇവിടെ F1/A1 ആണ് ചെയ്തിരിക്കുന്നത്. F1/A1 ചെയ്യാനായിട്ട് F1 ഇവിടെ അറിയാം, നമ്മളിവിടെ കണ്ടുപിടിച്ചു. A1 എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് A1. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പൈയുടെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1,87,261.14 Nm/m². അല്ലെങ്കിൽ പാസ്കൽ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, Nm/m² എന്നതിന് പകരം പാസ്കൽ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത്ര എഴുതുമ്പോൾ പ്രശ്നമായി. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഒരേ ഒരു ഫോക്കസ് ഏരിയയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ബെർണോളീസ് തിയറമാണ്. ബെർണോളീസ് തിയറവും പിന്നെ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ ഡെറിവേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. PDF നോട്ട് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.